ഹലോ നമസ്കാരം. കറിക്കാട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തായ്ലാൻഡിൽ വെച്ച് നടന്ന കുക്കിംഗ് ക്ലാസ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. തായ്ലാൻഡിൽ വെച്ച് മാഡം ഞങ്ങൾക്ക് വേണ്ടി ഒരു കുക്കിംഗ് ക്ലാസ് അറേഞ്ച് ചെയ്തിരുന്നു. സീബാസ് ഫിഷാണ് മാഡം ഞങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. മസാല തയ്യാറാക്കാനുള്ള വെജിറ്റബിൾസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഫിഷിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. പച്ചമുളക് 4 എണ്ണം, ചുവന്ന മുളക് 2, നാരങ്ങാനീര് 3 നാരങ്ങയുടേത്, ഫിഷ് സോസ് 1 ടേബിൾ സ്പൂൺ, കോക്കനട്ട് ജാഗരി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 പിടി, കുറച്ച് കൂടുതൽ വേണം, മല്ലിത്തണ്ട് 1 പിടി, ഷുഗർ സിറപ്പ് 1 ടേബിൾ സ്പൂൺ, വെള്ളം 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കണം. ഞാനും അനുവും കൂടി അങ്ങനെ മത്സരിച്ച് ഇടിക്കുകയാണ്. മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. മാഡവും ഷെഫും കൂടി എല്ലാവരും ചതച്ച മസാല ചെക്ക് ചെയ്യുകയാണ്. ഷെഫ് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു തന്നു. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തു. ഷെഫ് തായ് ലാംഗ്വേജിൽ സംസാരിച്ചത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. ഗൈഡ് തായ്ലാൻഡുകാരനായിരുന്നു. ഷെഫ് ഗൈഡിന് പറഞ്ഞു കൊടുത്തു. ഗൈഡ് അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നു. മാഡം അവിടുത്തെ കുക്കിങ്ങിനെ കുറിച്ച് ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു. അവിടുത്തെ ഫുഡിന് എരിവ് വളരെ കുറച്ച് മാത്രമാണ് ഉപയോഗിക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റി ഫുഡാണ്. ഞങ്ങൾ മസാല തയ്യാറാക്കുന്നത് മാഡം കറക്റ്റ് ആണോ എന്ന് നോക്കുകയാണ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലായൊരു കാര്യം, അവിടെ ഓയിൽ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. കൂടുതലും സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. സ്പൈസസ് ഉപയോഗിക്കുന്നതും വളരെ കുറവാണ്. ആരോഗ്യത്തിനും അതാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ എല്ലാവരും തയ്യാറാക്കിയ മസാല ഷെഫ് ടേസ്റ്റ് ചെയ്തിട്ട് എക്സലൻ്റ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഞങ്ങൾക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളിത് നന്നായി എൻജോയ് ചെയ്തു. ഷെഫ് മസാല ടേസ്റ്റ് ചെയ്തപ്പോൾ പുളി കുറച്ചുകൂടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ലൈം കുറച്ചുകൂടി ആഡ് ചെയ്തു. എല്ലാ ഫ്രണ്ട്സും മസാല റെഡിയാക്കുന്ന തിരക്കിലാണ്. സ്റ്റീമറിൽ വെച്ച ഫിഷ് 12 മിനിറ്റ് കൊണ്ട് കുക്കാകുമെന്നാണ് ഷെഫ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 12 മിനിറ്റ് ആകാറായി. മസാല റെഡിയായി. ബൗളിലോട്ട് മസാല മാറ്റുകയാണ്. ഫിഷ് റെഡിയായി. ഷെഫ് സ്റ്റീമറിൽ നിന്ന് ഓരോ പ്ലേറ്റിലേക്ക് ഫിഷ് മാറ്റി. എല്ലാവർക്കും ഓരോ ഫിഷ് റെഡിയാക്കാൻ വേണ്ടി തന്നു. ഫിഷ് സ്റ്റീം ചെയ്ത് കൊണ്ടുവന്നപ്പോൾ സ്റ്റീം ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ മാഡം പറഞ്ഞു തരികയായിരുന്നു. സ്റ്റീം ചെയ്ത് കഴിക്കുമ്പോൾ വൈറ്റമിൻസ് ഒന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല, പ്രത്യേകിച്ചും ഒമേഗ 3 ഫാറ്റി ആസിഡ്. ഡെക്കറേറ്റ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും കൊണ്ടുവന്നു. ആദ്യം ഗാർലിക് ചോപ്പ് ചെയ്തു, പിന്നെ ലൈം സ്ലൈസ് ചെയ്തെടുത്തു. ലൈം സ്ലൈസ് ചെയ്തതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ചു. ഞങ്ങൾ എല്ലാവരും ഫൈനൽ സ്റ്റേജിലോട്ട് എത്തി. ടീമിലുള്ള എല്ലാവരുടെയും വർക്ക് ഷെഫ് വീണ്ടും ചെക്ക് ചെയ്തു. ഷെഫിനത് നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ആരായിരിക്കും ഫസ്റ്റ് ആകുന്നു എന്നറിയാൻ. ഷെഫ് വന്ന് നോക്കിയതിന് ശേഷം ഞങ്ങളോട് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു. ഫസ്റ്റ് മല്ലിയില സ്പ്രെഡ് ചെയ്തു, പിന്നെ ഗാർലിക് ഇട്ടു. ഞങ്ങൾ തയ്യാറാക്കിയ മസാലയിൽ ഫിഷ് സോസും കോക്കനട്ട് ജാഗരിയും ആഡ് ചെയ്ത് ഫിഷിലൊഴിച്ചു. ട്വിസ്റ്റ് ചെയ്ത ലൈം പീസസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. അങ്ങനെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയി. ഡെക്കറേറ്റ് ചെയ്ത് കണ്ടപ്പോൾ തന്നെ അത് കഴിക്കാൻ കൊതിയായി. അത്രയ്ക്ക് നല്ല ഭംഗിയായിരുന്നു. ഞങ്ങളെല്ലാവരും റിസൾട്ടിന് വേണ്ടി ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുകയാണ്. ഈസ്റ്റ് വിങ്ങിൻ്റെ ഡയറക്ടർ മിസ്റ്റർ അജയ് കുമാർ ഈ ട്രിപ്പിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാഡം അജയ് കുമാറിനെയാണ് വിളിച്ചത്. ഞങ്ങളെല്ലാവരും തയ്യാറാക്കിയ ഫിഷ് ടേസ്റ്റ് ചെയ്ത് വരികയാണ്. ഇനി ടേസ്റ്റ് ചെയ്യാൻ വരുന്നത് എൻ്റെ ടീമിൻ്റേതാണ്. ഞങ്ങൾ തയ്യാറാക്കിയ ഫിഷും കഴിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. 8 പേർ 4 ടീമായിട്ടാണ് കുക്കിങ്ങിൽ പങ്കെടുത്തത്. ഇനി ലാസ്റ്റ് ടീമിൻ്റെ ടേസ്റ്റിംഗ് ആണ്. അതും ഇഷ്ടപ്പെട്ടു. ഇനി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് മാഡമാണ്. മാഡത്തിൻ്റെ ടേസ്റ്റിങ്ങും കഴിഞ്ഞു. എക്സലൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ടീമിൻ്റെ കുക്കിങ്ങും സക്സസ് ആയി. ഞങ്ങൾക്കും ഡബിൾ ഹാപ്പിയായി. ലാസ്റ്റ് ഞങ്ങളും ടേസ്റ്റ് ചെയ്തു. തായ് സ്റ്റീംഡ് ഫിഷ് ശരിക്കും അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. മാഡത്തിൻ്റെ കൂടെ ഇതിൽ കുക്ക് ചെയ്യാൻ പറ്റി. ഐ എം വെരി ഹാപ്പി. താങ്ക് യു.